Watch India's largest kids library only on Jio Hotstar. Download the app now. ഗണ്ണന്റെ സഹായത്തോടെ ഞാൻ ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും പിടിച്ചിരിക്കും. എന്തേ മനസ്സിലായ? പിന്നെ ഇതിനെയൊക്കെ സർക്കസിൽ വിറ്റിട്ട് ഞാനൊരു വലിയ കോടീശ്വരനാകും. ശിവ, നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ കാട്ടിലൊരു വേട്ടക്കാരെ കൂട്ട വന്നിട്ടുണ്ടെന്ന്. ഞാൻ കേട്ടത് സത്യം തന്നെയാ. അവന്മാര് ഇവിടെ തന്നെ ഉണ്ടെന്നേ. അവന്മാരൊരു കരടിയെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നേ. ലഡു സിംഗ് സർ, ഞാൻ വരുന്നുണ്ട്. You are under arrest. ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ലഡ്ഡു സിംഗ്. എനിക്ക് ചിരിക്കാൻ വയ്യേ. ഈ ശിക്കാർ സിംഗിന്റെ കയ്യിൽ നിന്ന് ഒരു മോനും ഒരു സാധനവും എന്റെ തട്ടിയെടുക്കാൻ പറ്റില്ല. എന്തേ? അതൊരു ലഡ്ഡു സിംഗ് ആയാലും ശരി, രസഗുള സിംഗ് ആയാലും ശരി. ഇതെന്താ നിങ്ങൾ എന്നെയും കൂട്ടിലടച്ചു വെച്ചിരിക്കുന്നത്? ഈ ലേസർ കേജ് ഞാൻ മൃഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷെ താൻ കയറിയപ്പോ അതിന് വലിയൊരു ഭംഗി കൂടിയിട്ടുണ്ട് കേട്ടാ. കൊള്ളാം. അങ്കിൾ, മര്യാദയ്ക്ക് അദ്ദേഹത്തെ വിട്ടേക്കൂ. അല്ല, നീ ഇവിടെ എന്തിനാണ് വന്ന കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓ, ഇവിടത്തെ ഇടിയും തല്ലും കൊണ്ട് എന്റെ ഗണ്ണിപ്പോ പൊട്ടിയാനെ. മേടിച്ചു നോക്കണ്ട്. വേഗം വാടോ എന്റെ പുറകെ അടി മേടിക്കാണ്ട്. അവന്റെ പിന്നെ തല്ലി മേടിക്കാം നമുക്ക്. വേഗം വാടോ. അതെ അതെ, എന്നെ ഒന്ന് ഇതിന്ന് പുറത്തേക്ക് അയക്കിട്ട് പോയിക്കോടെ. ഇനിയാകെ ഒറ്റ വഴിയേ ഉള്ളൂ. അതെ ശിവ, എന്നെ സഹായിക്കുന്നതിന് പോലെ നീ ഇപ്പൊ എവിടെയും ഒളിഞ്ഞിരിക്കുന്നത്? അതെ ശിവ, എങ്ങോട്ടായി പോയത്? വേണ്ട, എന്തിനാപ്പ എന്നെ കുഴിക്കാതിട്ടത്? അടിപൊളി അടിപൊളി. അയ്യോ, അയാൾ ആ കേജിന്ന് രക്ഷപ്പെട്ടല്ലോ. അത് ശരി, അവൻ സൈക്കിൾ കൊണ്ട് ഭൂമിയിൽ കുഴിച്ചിട്ട് അവൻ ലഡ്ഡു സിംഗിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി അല്ലേ? ആ ചെറുക്കം വല്ലാത്തൊരു സാധനം തന്നെ കേട്ടാ. അവൻ എന്ന് വരെ ഈ ജംഗിളിലുണ്ട്. നമുക്കൊരു കുന്തത്തിനെ ഇവിടുന്ന് പിടിക്കാൻ പറ്റൂല, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് അവനെ പിടിച്ചു പൂട്ടാം. വാ വേഗം. അല്ല ബോസേ, അവരെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഏത് സർക്കസിലെ വിൽക്കാൻ പോണത്? എടാ, നിന്റെ വിവരം എന്താ? കൊല്ലത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അവരെ വെറുതെ പിടിച്ച് കയ്യിൽ വെക്കണം, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ പിടിക്കുന്നിടം വരെ അവൻ അവിടെ മര്യാദയ്ക്ക് ഇരിക്കണം, അത്രേ ഉള്ളൂ. നടക്കടാ. എനിക്ക് തോന്നുന്നത് സിംഹത്തെ അവർ പിടിച്ചു എന്നാണ്. വരൂ, വേഗം പോകാം. ആ ഭാഗത്തു നിന്നാണ് ശബ്ദം വരുന്നത്. ഞാനൊരു ലൈനിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, വേഗം പോ. പെട്ടെന്ന് വാ ബോസേ. വേഗം ആ സിംഹത്തിനെ പുറത്തേക്ക് വിട്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ബോസേ ബോസേ, ആ ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളേക്ക് അവനിട്ട് ഇടിക്കുക. പെട്ടെന്ന് വാ ബോസേ. നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം കുട്ടി. ഞാൻ കേട്ടല്ലോ നിന്നെ കുട്ടീന്ന് വിളിക്കുന്നത് നിനക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലെന്ന്. എങ്കിൽ ഞാൻ നിന്നെ അങ്ങനെ വിളിക്കൂ, കുട്ടി കുട്ടി കുട്ടി. എന്താ കുട്ടി, ഞാൻ എന്താടാ നിനക്ക് ദ്രോഹം ചെയ്തത്? നീ എന്റെ പുറകെ ഇങ്ങനെയൊക്കെ ചുറ്റാൻ? വേഗം പറ.
ഈ മൃഗങ്ങളെ ഞാൻ പിടിച്ച് സർക്കസിൽ വിട്ടിട്ട് കോടികൾ ഉണ്ടാക്കിയ നിനക്ക് എന്താടാ കുഴപ്പം? പാടില്ല. നിങ്ങൾക്ക് വൈൽഡ് അനിമൽസിനെ സർക്കസിൽ വിൽക്കാനുള്ള നിയമമില്ല. എങ്കിൽ നിങ്ങൾ ഈ കേജിനകത്ത് ഇരുന്ന് ജീവിതം മുഴുവൻ അവസാനിക്കേണ്ടി വരും. ശിക്കാർ സിംഗിന്റെ അടുത്ത് ഒരുത്തരും ഒന്നും കൈപ്പറ്റാനാവില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലാവണുണ്ടോ? എങ്കിൽ ശരി, ഇവിടെ ഇരുന്നോ കേട്ടോ. ഇവരെവിടേക്കാ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. ഇതൊരു നാശം പിടിച്ച സൈക്കിളാണ്. ഇവര് ആവശ്യമില്ലാതെ ഓരോ മൃഗങ്ങളെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഓ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇവരുടെ കയ്യിലുള്ള ആ ഗാഡ്ജറ്റ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയേ പറ്റൂ. അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഗാഡ്ജറ്റ് എങ്ങനെയാ കൊണ്ടുവരിക? ഒരു ദിവസം ഗ്രാമത്തലവന്റെ ഭാര്യ പുറത്തേക്ക് പോയിട്ട് വീട്ടിൽ വന്നപ്പോഴേ വാതിൽ അടഞ്ഞു കിടക്കായിരുന്നു. കാരണം താക്കോല് ഗ്രാമത്തലവന്റെ കയ്യിലും. പിന്നെ ഞങ്ങളുടെ മുത്തച്ഛനാണ് വളർത്തു കുരങ്ങനെ പറഞ്ഞയച്ചത്. അങ്ങനെ കുരങ്ങ് പോയി ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്ന് താക്കോലും കൊണ്ടുവന്നു. പിന്നെ അങ്ങ് വാതിൽ തുറക്കുകയും ചെയ്തു. അല്ല, ആദ്യം ഇത് കൊള്ളാലോ, നല്ലൊരു ഐഡിയ ആണല്ലോ നീ പറഞ്ഞു തന്നത്. അടിപൊളിയായിട്ടുണ്ട് ആദി. എല്ലാം എനിക്ക് കുറെ ഐഡിയകളൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞേ? ഡോണ്ട് വറി, ഗാഡ്ജറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. എന്റെ സൈക്കിളിൽ വലിയൊരു ബിഗ് ഗാഡ്ജറ്റ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ ഒരു വലിയ തേനീച്ച എന്റെ ഗാഡ്ജറ്റ് എടുത്തോണ്ട് പറക്കുന്നത്? ആരെങ്കിലും ഒന്ന് വേഗം ചെന്ന് പിടിക്കോ. ഒന്ന് വേഗം പെട്ടെന്ന് പോയി പിടിക്ക്. ഇത് ലോക്ക്ഡൌൺ. പാസ്വേഡ് ഉണ്ടെങ്കിൽ തുറക്കൂ. ആലോചിക്കുക. എന്തായിരിക്കും ഇതിന്റെ പാസ്വേഡ്? ഷീരാന്നിട്ടെ ഷിക്കാർ സിംഗിന്റെ ഷിക്കാർ എന്ന വാക്കിട്ടാലോ? ആ, ഷിക്കാർ എന്ന വാക്കിട്. എന്റെ അമ്മ, ഇന്റെ സാധനം ചെറുക്കൻ എന്റെ റിമോട്ട് ഉപയോഗിച്ച് അവൻ ഫ്രീ ആയിരിക്കുന്നു. ഇവനോട് തല്ലുകൂടിയാ നമ്മുടെ കാര്യം പോകാം കേട്ടോ. വാ, രക്ഷപ്പെടാം. വാ, പെട്ടെന്ന് വാ, പോവാന്ന്. നമ്മുടെ പിടിച്ചത്ര മൃഗങ്ങൾ മതി. പെട്ടെന്ന് വാ, സ്ഥലം വിട്ട് പോവാം. ആ ചെറുക്കൻ നിങ്ങളുടെ ട്രക്കിന്റെ മുകളിൽ സൈക്കിളിൽ വന്നിട്ടുണ്ട് ബോസ്. വേഗം രക്ഷപ്പെടാൻ നോക്ക് ബോസ്. ശിക്കാർ സിംഗിന്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ ആർക്കും മേടിച്ചെടുക്കാനാവൂല.
ഇവന്റെ കാര്യം കൊണ്ട് എന്താ പറ്റേ? ഓ, ഇതിനകത്തായോ? നിങ്ങളിൽ നിന്നും 2 പേർ അവിടേക്ക് പോയിട്ട് അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ തുറന്നു വിട്ടിട്ട് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരണം, കേട്ടോ? ഐ, ലഡു സിംഗ് സർ, ഇവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്. ഞാനിപ്പോ നിന്നെ പിടിച്ച് ജയിലിനകത്ത് ഇടും. അവിടെ മതം പിടിച്ച സിംഹവും നരിയും പോലുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടാവും. അവരോടൊപ്പം നീ സമയം ചെലവഴിച്ചാ മതി. സന്തോഷായല്ലോ? ഐ. Watch India's largest kids library only on Geo Hotstar. Download the app now.